പറയാനുള്ളത്. അല്ലല്ല, ഇതാണ് വിശ്വാസികളുടെ വികാരം അത് സർക്കാരിനെതിരെയും LDF-നെതിരെയും കൊണ്ടുവരിക എന്നുള്ള ഗൂഢലക്ഷ്യം. ശ്രീ വസന്ത്, അതിന് ഉത്തരം പറയാം. അതിന് മുമ്പ് അദ്ദേഹം ഒരുപാട് തവണ ബിന്ദു അമ്മണിയും കനക ദുർഗയും എന്ന പേര് പറഞ്ഞില്ല. പകരം എന്താണ് രഹന ഫാത്തിമ എന്ന് പറഞ്ഞു 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 എന്ന് 1000 തവണ ആവർത്തിച്ചപ്പോഴാണ് ഞാൻ ഇടപെട്ടത്. അതിലൊരു പ്രശ്നമുണ്ട്. കാരണം ശ്രീ പ്രേമേന്ദ്രൻ മനസ്സാൽ പോലും ചിന്തിക്കാത്ത, ഒരുപക്ഷെ പറഞ്ഞു പോയപ്പോൾ നമ്മളൊക്കെ പ്രസംഗമധ്യയാണ്, 1 മണിക്കൂർ അല്ലെങ്കിൽ അരമണിക്കൂർ നീണ്ടു നിൽക്കുന്ന പ്രസംഗത്തിൽ ഞാനും ശ്രീ സുരേഷ് കുമാറും ഒക്കെ, അദ്ദേഹം അവിടുത്തെ ജില്ലാ പഞ്ചായത്ത് മെമ്പറൊക്കെയാണ്, ശ്രീ സുരേഷ് കുമാറും ഒക്കെ തെരുവിൽ പ്രസംഗിക്കുന്നവരാണ്. ഞങ്ങൾ എല്ലാവരും ഏതാണ് ഈ പറയുന്ന വേദികളിൽ പ്രസംഗിക്കുന്നവരാണ്. അരമണിക്കൂർ നീണ്ടു നിൽക്കുന്ന പ്രസംഗത്തിൽ അച്ചടിച്ച മതി പറയാൻ ഒരു പ്രസംഗത്തിലും നമുക്ക് ആർക്കും സാധിക്കാറില്ല. ശ്രീ സുരേഷ് കുമാറിന് സാധിക്കുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നില്ല. പക്ഷേ അതിൽ നിന്ന് അടർത്തിയെടുത്ത് ഇതാ രഹന ഫാത്തിമ എന്ന് പറഞ്ഞേ എന്ന് പറയുമ്പോൾ ഏറ്റവും വലിയ വർഗീയത പറഞ്ഞ് അതിൽ വോട്ടുണ്ടാക്കാൻ ശ്രമിക്കുന്നത് നിങ്ങളാണ് എന്നതുകൊണ്ടാണ് ആ സമയം എനിക്ക് ഇടപെടേണ്ടി വന്നത്. അങ്ങനെ ഇടപെട്ട് തന്നെയാണ് എല്ലാ ചർച്ചകളിലും ഞാൻ പോകുന്നത്. അങ്ങനെ തന്നെ ഇനി പോവുകയുള്ളൂ. പ്രത്യേകിച്ച് വർഗീയത കൊണ്ട് ലാഭം ഉണ്ടാക്കാൻ ശ്രമിച്ചാൽ ഇടപെടുക തന്നെ ചെയ്യും. ഇതിലൊരു പ്രധാനപ്പെട്ട പ്രശ്നമുണ്ട് ശ്രീ സുരേഷ് കുമാർ. അതാണ് ഞാൻ ചോദിച്ചത്. ബിന്ദു അമ്മിണി, കനകദുർഗ, രഹന ഫാത്തിമ, ഇവർ 3 പേരും ശബരിമലയിൽ നിങ്ങളുടെ പ്രൊട്ടക്ഷനെ കേറിയില്ല എന്ന് നിങ്ങൾക്ക് പറയാൻ സാധിക്കുമോ? 1. 2, ഇവർ 3 പേരും കാലങ്ങളായി ശബരിമലയിൽ കയറുന്നതിന് മുമ്പും ശേഷവും CPM-ന്റെ സഹയാത്രികരാണ് എന്നതിൽ നിങ്ങൾക്ക് സംശയമുണ്ടോ? 3, ഇവരെല്ലാം പാർട്ടി മെമ്പർഷിപ്പ് ഇല്ലെങ്കിലും പാർട്ടിയുടെയും ഡിവൈഎഫ്ഐയുടെയും വിവിധ പ്രോഗ്രാമുകളിലും സോഷ്യൽ മീഡിയയിലും സൈബർ ഇടങ്ങളിലും നിങ്ങൾക്ക് വേണ്ടി വാദിക്കുകയും എഴുതുകയും സംസാരിക്കുകയും ചെയ്യുന്നവരാണ് എന്നതിൽ സംശയം വേണ്ട. അതുകൊണ്ട് തന്നെ രഹന ഫാത്തിമയെ ഒരു മുസ്ലിമായല്ല, ഒരു കമ്മ്യൂണിസ്റ്റായാണ് ഞങ്ങൾ കാണുന്നത്. മനസ്സിലായല്ലോ? ക്ലിയർ ആണല്ലോ? നിങ്ങൾ പറയാൻ അറച്ചിരുന്ന കാര്യം ഞാനങ്ങ് ക്ലിയർ ചെയ്തേക്കാം. അവരെ ഞങ്ങൾ ഒരു മുസ്ലിമായല്ല, അവരെ ഞങ്ങൾ ഒരു എത്തയിസ്റ്റ് ആയിട്ടാണ് കാണുന്നത്, അവരെ ഞങ്ങൾ ഒരു കമ്മ്യൂണിസ്റ്റ് ആയിട്ടാണ് കാണുന്നത്. അതുകൊണ്ട് അവരുടെ പേരിൽ ഒരു മുസ്ലിം ഇസ്ലാമിക് ഇതുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് ഞങ്ങൾ ആരും എടുത്ത് ഉപയോഗിക്കില്ല. നിങ്ങൾ ഉപയോഗിച്ചേക്കാം. ഇനി കനകദുർഗയ്ക്കും രഹന ഫാത്തിമയ്ക്കും ഈ പറയുന്ന ബിന്ദു അമ്മണിക്കും പകരം മെർലിൻ മൺട്രോ എന്നും ഐശ്വര്യ റായ് എന്നും കാവ്യ മാധവൻ എന്നും പറഞ്ഞാൽ മതിയാകുമോ? പോരല്ലോ. അതിന് മെർലിൻ മൺട്രോ ശബരിമല കയറി എന്ന് പറഞ്ഞിട്ട് കാര്യമുണ്ടോ? ശബരിമലയിൽ കയറിയ മെർലിൻ മൺട്രോ അല്ല, കനകദുർഗയാണ്. അല്ലെങ്കിൽ കാവ്യ മാധവനെ നിങ്ങൾ ശബരിമലയിൽ കയറ്റിയില്ലേ എന്ന് ചോദിച്ചിട്ട് കാര്യമുണ്ടോ? കാവ്യ മാധവനല്ല കയറിയത് രഹന ഫാത്തിമയാണ്. അപ്പൊ അത് പറയുന്നതിൽ എന്താ കുഴപ്പം? അപ്പൊ നിങ്ങൾ ഒരാളുടെ പ്രസംഗമധ്യേ ഉണ്ടായ ഒരു വാക്കിനെ, ഒരു ചെറിയൊരു ഒരു സ്പേസിനെ, ഒരു ഗ്യാപ്പിനെ അല്ലല്ല, അങ്ങനെ ഒരു തെറ്റ് സംഭവിച്ചു അദ്ദേഹത്തിന്റെ വാക്കുകളിൽ. എന്താണ് അദ്ദേഹം ബീഫും രഹന ഫാത്തിമയും പറയരുതായിരുന്നു എന്നാണോ ഇപ്പോൾ നിങ്ങൾ പറയുന്നത്? കോൺഗ്രസ്സുകാർ തന്നെ എനിക്ക് അങ്ങനെ ഒരു അഭിപ്രായം അല്ല, പിന്നെ എന്താണ് അദ്ദേഹത്തിന് പറ്റിയെന്ന് താങ്കൾ പറയുന്നത്? ഇതാണ് കോൺഗ്രസ്സുകാർ സംശയിക്കുന്നത്. കോൺഗ്രസ്സുകാർ ശങ്കിക്കുന്നത് ഇതുകൊണ്ടാണ്. NK പ്രേമചന്ദ്രന് പരിപൂർണ്ണ പിന്തുണ നൽകുവാൻ കോൺഗ്രസ് ഇപ്പോഴും തയ്യാറാകാത്തതും അദ്ദേഹത്തിന് എന്തോ അബദ്ധം പറ്റിയെന്നുള്ള ഒരു ബോധ്യത്തിലാണ്. അല്ലെ നിങ്ങൾക്ക് അബദ്ധം പറ്റും അതെങ്ങാനും ഏറ്റെടുത്താൽ എന്നുള്ള ഒരു മിഥ്യാധാരണയിലാണ്. അല്ല, ഒരിക്കലുമല്ല. ഞാൻ പറഞ്ഞത് 3 പേരുകളും പറഞ്ഞില്ല എന്നുള്ളതാണ് ഇവരുടെ ആദ്യത്തെ പ്രശ്നം. അതായത് രഹന ഫാത്തിമ, കനക ദുർഗ, ബിന്ദു അമ്മണി എന്ന പേരുകൾക്ക് പകരം 2 പേരുകളിലേക്ക് ഒതുക്കി ആ 2 പേരിൽ ഒരാളുടെ പേര് ഇങ്ങനെയാണല്ലോ നിങ്ങൾ പറയുന്നത് രഹന ഫാത്തിമ എന്ന് പറഞ്ഞു പോയി എന്നല്ലേ? അങ്ങനെയല്ലേ ഉദ്ദേശിക്കുന്നത്? അല്ലല്ല, അത് പറഞ്ഞതിൽ എന്താ കുഴപ്പം? ഞാൻ പറഞ്ഞു. പക്ഷെ വസന്ത് പറയുന്നത് അങ്ങനെ എന്തോ ഒരു നാവുപിഴ പറ്റിയെന്നാണ്. എന്താണ് നാവുപിഴ? ഇല്ല, മൂന്നാമത്തെ പേര് ആ ഇതിൽ പറഞ്ഞില്ല എന്ന് ഇവരുടെ വാദം. അങ്ങനെ പറഞ്ഞാൽ പോലും 3 പേരുകൾ ഒരുമിച്ച് പറയണമെന്ന് നിർബന്ധമൊന്നുമില്ല. ഇനി പറയാതെ പോയെങ്കിൽ അവിടെ ഒരു സ്പേസ് ഉണ്ടായല്ലോ, ആ സ്പേസ് ഉപയോഗിക്കുകയാണ് ഇവർ. നോക്ക്, ഞാൻ ചോദിക്കട്ടെ, രഹന ഫാത്തിമയ്ക്ക് പകരം മെർലിൻ മൺട്രോ എന്ന് പറഞ്ഞ കാര്യം ഫില്ലാവോ? ഇല്ലല്ലോ, അവരല്ലേ കയറിയത്. രണ്ടാമത് രഹന ഫാത്തിമയുടെ ഫേസ്ബുക്ക് എടുത്തു നോക്കണം. ഏതായാലും ഈ സുരേഷ് കുമാറിന്റെ ഒക്കെ സഹയാത്രികയല്ലേ, അവർ തന്നെ പറയുന്നുണ്ട് അവരൊരു എത്തയിസ്റ്റ് ആണെന്ന്, അവർ ഒരു നിരീശ്വരവാദിയാണെന്നും അവർക്ക് മതമില്ലെന്നും അവർ മതം കാലങ്ങൾക്ക് മുമ്പേ ഉപേക്ഷിച്ചവരാണ് എന്ന് അവർ കൃത്യമായി പറയുന്നുണ്ട്. അവരെ ഇനി ഏതെങ്കിലും മതത്തിന്റെ മൂട്ടിൽ കൊണ്ടുപോയി കെട്ടാൻ CPM-കാർ തുണിയണ്ട. അത് വളരെ മോശമാണ്. നിങ്ങൾ അവരോട് ചെയ്യുന്ന ക്രൂരതയാണ്. നിങ്ങൾക്ക് വേണ്ടി ഒന്നുമല്ലെങ്കിലും ലോകത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട, നിങ്ങളുടെ തന്നെ ഭാഷയിൽ പറഞ്ഞ ഏറ്റവും പ്രധാനപ്പെട്ട നവോത്ഥാന ദൗത്യം ഏറ്റെടുത്ത് നിങ്ങൾക്ക് വേണ്ടി പണിയെടുക്കാൻ വന്നവരല്ലേ. പൊറോട്ടയും ബീഫും കണ്ടു വന്നവരാണെങ്കിലും, ഈ വൈകിട്ട് കിട്ടുന്ന കൂലിപ്പൈസയ്ക്ക് വേണ്ടി വന്നവരാണെങ്കിലും, ഇനി അല്ല നവോത്ഥാന ചരിത്രത്തിന്റെ ഭാഗമായി നാളെ പാഠപുസ്തകങ്ങളിൽ പേരടിച്ചു വരും എന്ന് പ്രതീക്ഷിച്ചു വന്നവരാണെങ്കിലും, എന്താണെങ്കിലും നിങ്ങൾക്ക് വേണ്ടി പണിയെടുത്തവരല്ലേ, നിങ്ങളുടെ തൊഴിലാളികളല്ലേ. ആ തൊഴിലാളികളെ തള്ളി പറയുന്നത്, അവരെ ഏതെങ്കിലും മതത്തിന്റെ പേരാണ് അവരുടെ പേര് എന്ന് പറഞ്ഞ് അവരെ തള്ളി പറയുന്നത് ശരി. ശ്യാംരാജ് കൂടി ഇതിന് മറുപടി പറയൂ. D. സുരേഷ് കുമാർ പറഞ്ഞത് അവിടെ വർഗീയത വരുത്തുവാനുള്ള ശ്രമമാണ് NK പ്രേമചന്ദ്രൻ നടത്തിയത് എന്നാണ്. മാത്രമല്ല രഹന ഫാത്തിമയുടെ പേരും ബീഫും തമ്മിൽ കൂട്ടിക്കുഴച്ച് പറഞ്ഞു. ഇതൊക്കെ മനഃപൂർവ്വം ഒരു അജണ്ട സെറ്റ് ചെയ്യുകയായിരുന്നു UDF എന്നാണ് പന്തളത്ത്.
മഞ്ജുഷേ, ഞാൻ സമ്മതിക്കുന്നു. ഈ ഒരു കാര്യത്തിൽ രഹ്ന ഫാത്തിമ ബീഫ് കഴിച്ചിട്ടാണോ വന്നുള്ളൊരു കാര്യത്തിൽ ചർച്ച ചെയ്യാം. അതിനെക്കുറിച്ചിട്ട് സംശയം അവിടെ നിലനിൽക്കട്ടെ. പക്ഷേ രഹ്ന ഫാത്തിമയെ ശബരിമല ക്ഷേത്രത്തിൽ കയറ്റിയത് ശരിയാണ് എന്ന് ഇവിടെ CPM-ന്റെ പ്രതിനിധിയായിട്ട് വന്നിരിക്കുന്ന D. സുരേഷ് കുമാർ അംഗീകരിക്കുന്നുണ്ടോ എന്നുള്ളതാണ് എൻ്റെ ഒന്നാമത്തെ ചോദ്യം. ആ സ്ത്രീ ഒരു ശബരിമലയിലെ അയ്യപ്പൻ്റെ യഥാർത്ഥ ഭക്തയാണോ എന്നുള്ളതാണോ ഇവരുടെ അഭിപ്രായം എന്നുള്ളതാണ് എൻ്റെ രണ്ടാമത്തെ ചോദ്യം. അവർ ശബരിമലയിലേക്ക് കയറാൻ വേണ്ടി ഒരു അറ്റംപ്റ്റ് നടത്തിയതിന് ശേഷം സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്ത ഒരു ഫോട്ടോയാണ് രഹ്ന ഫാത്തിമ. നിങ്ങൾ ക്യാമറമാൻ ഒന്ന് പ്രശാന്ത് ഒന്ന് സൂം ചെയ്യണം. നിങ്ങൾ ഇത് പ്രേക്ഷകർ കാണണം. നമ്മൾ ഒരുപാട് തവണ ചർച്ച ചെയ്തിട്ടുള്ളത് തന്നെയാണ്. അത് ആ സമയത്ത് ശബരിമലയിലെ ആ വിഷയം നമ്മൾ തുടക്കത്തിൽ ഉണ്ടായ സമയത്ത് ധാരാളമായിട്ട് സോഷ്യൽ മീഡിയയിൽ പ്രചരിച്ച ഫോട്ടോയുമാണ്. ഈ ചിത്രം ഇങ്ങനെ ഈ ഒരു ചിത്രം നിങ്ങളൊന്ന് സൂം ചെയ്ത് നോക്കൂ. ഈ ഒരു ചിത്രം സൂം ചെയ്ത് നോക്കൂ. ഇപ്പോൾ ഇങ്ങനെ, അതായത് അർദ്ധനഗ്നയായിട്ട് തൻ്റെ ശരീരത്തിൻ്റെ പല ഭാഗങ്ങളും കാണിച്ചുകൊണ്ട് ഈ ഫോട്ടോ നിങ്ങൾ നോക്കണം. ശരീരത്തിൻ്റെ പല ഭാഗങ്ങളും കാണിച്ചുകൊണ്ട് കറുപ്പെടുത്ത് ഭസ്മം നെറ്റിയിൽ തേച്ച് ശബരിമലയ്ക്ക് പോകുന്ന രീതിയിലുള്ള മാലകൾ അണിഞ്ഞ് കയ്യിൽ രുദ്രാക്ഷം അണിഞ്ഞിരിക്കുന്ന ഈ സ്ത്രീ ശബരിമല അയ്യപ്പൻ്റെ ഭക്തയാണോ എന്ന് ഇവിടെ നിൽക്കുന്ന CPM-ന്റെ പ്രതിനിധി ഒന്ന് പറയണം. ഇങ്ങനെയുള്ള ആളുകളെ ശബരിമലയിൽ കയറ്റാൻ വേണ്ടിയിട്ട് ഇതുപോലെ ഹിന്ദു വിശ്വാസങ്ങളെ അപമാനിക്കുന്ന, ഹിന്ദു വിശ്വാസികളുടെ ഭക്തിയെ നിരന്തരം അവഹേളിക്കുന്ന, അവരുടെ വികാരങ്ങളെ മാനിക്കാത്ത, അവരുടെ വികാരങ്ങളെ ഭക്തിയെ തച്ചുടയ്ക്കുന്ന രീതിയിലുള്ള ഇത്തരത്തിലുള്ള ആളുകളെ നിങ്ങൾ എന്തിനാണ് ശബരിമലയിൽ കയറ്റിയത് എന്നുള്ളതാണ് ഒന്നാമത്തെ ചോദ്യം. അവരെന്ത് കഴിച്ചു എന്നുള്ളത് ഇനിയും ചർച്ച ചെയ്യാന്നേ. പക്ഷെ അതിനു മുമ്പ് തന്നെ ഇത്തരത്തിൽ ശബരിമല അയ്യപ്പനെ അവഹേളിച്ചിട്ടുള്ള ഒരു സ്ത്രീയെ നിങ്ങൾ CPM-കാർ, മുഖ്യമന്ത്രി പിണറായി വിജയൻ, അന്നത്തെ ദേവസ്വത്തിന്റെ മന്ത്രി അടക്കമുള്ള ആളുകൾ, ദേവസ്വത്തിന്റെ പ്രസിഡന്റ് അടക്കമുള്ള ആളുകൾ, നാട് മുഴുവൻ, മലയാളികൾ മുഴുവൻ നോക്കി നിൽക്കെ പോലീസിന്റെ പ്രൊട്ടക്ഷനിൽ പോലീസിന്റെ ജാക്കറ്റ് വരെ ഇടിപ്പിച്ചിട്ട് കൊണ്ടുപോയത് ശരിയാണോ എന്നുള്ളതാണ് ഒന്നാമത്തെ ചോദ്യം. അതല്ല എന്നുള്ളത് തന്നെയാണ് ഞങ്ങളുടെ മറുപടിയും. അവിടെയാണ് മഞ്ജുഷ യഥാർത്ഥ പ്രശ്നം നിൽക്കുന്നത്. അതായത് എവിടെയോ കിടന്ന ആരെയൊക്കെയോ ശബരിമലയിൽ കയറ്റുവാൻ വേണ്ടിയിട്ട് ഇവിടുത്തെ യഥാർത്ഥ പ്രശ്നം എന്ന് പറയുന്നത് ശബരിമലയിലെ അയ്യപ്പ ഭക്തരുടെ വികാരത്തെ, അതല്ലെങ്കിൽ അവരുടെ ഇമോഷനെ മാനിക്കാത്ത രീതിയിൽ, അതിനെ ഹർട്ട് ചെയ്യുന്ന രീതിയിൽ, അവരുടെ വികാരങ്ങളെ വേദനിപ്പിക്കുന്ന രീതിയിൽ പ്രവർത്തിക്കുകയാണ് കമ്മ്യൂണിസ്റ്റുകാരൻ ചെയ്തിട്ടുള്ളത്. ഇതിപ്പോൾ മാത്രമൊന്നും അല്ലതേ. അതാണ് ഞാൻ തുടക്കത്തിൽ പറഞ്ഞത്. ഇവരുടെ ഓരോ ആളുകളുടെയും നടപടി കൂടി നമ്മൾ ഈ സമയത്ത് ചർച്ച ചെയ്യണ്ടേ. ഓരോ ആളുകളുടെയും നിലപാട് കൂടി നമ്മൾ ഈ സമയത്ത് ചർച്ച ചെയ്യണ്ടേ. ഒരു വശത്ത് കേരളത്തിൽ ഈ ദേവസ്വം പോലെയുള്ള സംവിധാനങ്ങൾ ഉപയോഗിച്ച് ഹിന്ദു ക്ഷേത്രങ്ങൾ മുഴുവൻ കൊള്ളയടിക്കുന്നു. ഇന്നിപ്പോൾ വന്ന വാർത്ത എന്താണ്? കോട്ടയത്തെ തിരുനക്കര ക്ഷേത്രത്തിലെ അവിടുത്തെ ഭക്ഷണം കൊടുക്കുന്നതും അതോടൊപ്പം തന്നെ ആന എഴുന്നള്ളിപ്പുമായിട്ട് വരെ ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളിൽ അഴിമതി നടന്നിട്ടുണ്ട്. ഏറ്റുമാനൂർ ക്ഷേത്രത്തിൽ അഴിമതി നടന്നിട്ടുണ്ട്. തൃപ്പൂണിത്തുറ പൂർണ്ണത്രയീശ ക്ഷേത്രത്തിൽ നൂറ്റാണ്ടുകൾ പഴക്കമുള്ള വലിയ ഒരു നെറ്റിപ്പട്ടം, ആ നെറ്റിപ്പട്ടം ഉരുക്കിക്കൊണ്ടുപോയെന്നേ ശബരിമലയിൽ. ഇപ്പം നമ്മൾ വിഷയം ചർച്ച ചെയ്തുകൊണ്ട് കഴിഞ്ഞ 1-2 മാസങ്ങളായിട്ട് ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഒരു വശത്ത് കേരളത്തിലെ ഹിന്ദു ക്ഷേത്രങ്ങൾ മുഴുവൻ കൊള്ളയടിക്കുകയും മറുവശത്ത് ഇത്തരത്തിലുള്ള ഹിന്ദു വിഭാഗങ്ങളെ, അവരുടെ വികാരങ്ങളെ വേദനിപ്പിക്കുന്ന രീതിയിലുള്ള പ്രവർത്തനങ്ങളാണ് ചെയ്യുന്നത്. ഞാൻ തിരിച്ചൊരൊറ്റ ചോദ്യം ചോദിച്ചോളട്ടെ. ഏതെങ്കിലും മറ്റൊരു സമൂഹത്തിൻ്റെ, ഒരു മത വിഭാഗത്തിൻ്റെ അവരുടെ ആരാധനാലയത്തിൽ ഒരു ഇതര അല്ലെങ്കിൽ മറ്റേതെങ്കിലും അവരുടേതല്ലാത്ത ഒരു വ്യക്തിയെ ഇങ്ങനെ കയറ്റാൻ വേണ്ടിയിട്ട് ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ധൈര്യപ്പെടുമോ? അവിടെയാണ് ചോദ്യം. ഞാൻ ചോദിക്കട്ടെ, ഏതെങ്കിലും ഒരു മുസ്ലിം പള്ളിയിൽ അതല്ലാത്ത വിഭാഗത്തിൽപ്പെട്ടിട്ടുള്ള, മതത്തിൽപ്പെട്ടിട്ടുള്ള ഒരു സ്ത്രീയെ കയറ്റാൻ വേണ്ടി സുരേഷ് കുമാറിൻ്റെ പാർട്ടി ധൈര്യപ്പെടുമോ? ഇല്ല എന്ന്. അവർക്ക് പ്രശ്നമെന്ന് പറയുന്നത് ഇവിടുത്തെ സാധാരണക്കാരായിട്ടുള്ള ഹിന്ദു വിഭാഗങ്ങളുടെ വികാരങ്ങളെ വേദനിപ്പിക്കണം. അത് തന്നെയാണ് ഇപ്പോൾ തന്നെ വിഷയങ്ങൾ നടക്കുന്നുണ്ടല്ലോ. എന്താ ഈ തട്ടവുമായിട്ട് ബന്ധപ്പെട്ടുള്ള വിഷയത്തിൽ CPM-ന്റെ നിലപാടെന്താ?